വളരെ ശ്രദ്ധിക്കുക. സ്നേഹിതൻ എന്ന് ഒരാളിനെ പറയണമെങ്കിൽ ഹീസ് മൈ ഫ്രണ്ട്, അവൻ എൻ്റെ സ്നേഹിതനാണ്, അവൾ എൻ്റെ സ്നേഹിതയാണ് എന്നറിയണമെങ്കിൽ സ്തോത്രം കൂടെ പഠിക്കണം എന്നില്ല, സ്തോത്രം കൂടെ നടക്കണമെന്നില്ല, കൂടെ ജോലി ചെയ്യണമെന്നില്ല. അറിഞ്ഞുകൂടാത്ത ഒരാളിനെ ഫ്രണ്ട് എന്ന് പറയാൻ പറ്റത്തില്ല. അവൻ്റെ ഹൃദയം എന്തെന്ന് അറിയുന്നവനെ മാത്രമേ അവനെ ഫ്രണ്ട് എന്ന് പറയാൻ കഴിയത്തുള്ളൂ. എന്തുകൊണ്ടാണ് പറഞ്ഞത്? സ്തോത്രം കർത്താവ് അബ്രഹാമിന് കൊടുക്കാൻ ആഗ്രഹിച്ചതായ ഒരു പദവിയായിരുന്നു, ഇവൻ എൻ്റെ ഫ്രണ്ടാണ്, ഇവൻ എൻ്റെ സ്നേഹിതനാണ്. പക്ഷേ എൻ്റെ ഹൃദയത്തെ അവൻ അറിയണം. എൻ്റെ ഹൃദയത്തെ അവൻ അറിയണമെങ്കിൽ ദൈവം അവനെ നോക്കി പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ് അബ്രഹാമേ, നീ സ്നേഹിക്കുന്ന എൻ്റെ മകനാകുന്ന ഇസ്ഹാക്കിനെ ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന മോര്യ മലയിൽ കൊണ്ടുപോയി അവനെ ഹോമയാഗം കഴിക്കണം. സ്തോത്രം, നീ എൻ്റെ ഫ്രണ്ടാണ്. അടുത്തൊരു ലെവൽ ഓഫ് പ്രൊമോഷൻ ഞാൻ നിനക്ക് നൽകുകയാണ്. അടുത്തൊരു പ്രൊമോഷൻ ഏടി വെച്ച് കയറാൻ പറ്റത്തില്ല, ഒരു ടെസ്റ്റിലൂടെ മാത്രമേ നിനക്ക് കയറാൻ പറ്റത്തുള്ളൂ. ഒരു ടെസ്റ്റ് നിനക്കുണ്ടെങ്കിൽ നിശ്ചയം ഒരു പ്രൊമോഷൻ ഉണ്ട്. അബ്രഹാമേ, നീ സ്നേഹിക്കുന്ന നിന്റെ മകനെ നീ മോര്യാമലയിലേക്ക് കൊണ്ടുപോയി അവനെ ഹോമയാഗം കഴിക്കുക. കാര്യം എന്താണെന്നറിയോ? എൻ്റെ ഹൃദയത്തെ ഞാൻ നിനക്ക് പകരുകയാണ്, എൻ്റെ ഹൃദയത്തെ ഞാൻ നിനക്ക് കാണിച്ചു തരികയാണ്. എൻ്റെ ഹൃദയത്തെ നീ മനസ്സിലാക്കണം അബ്രഹാമേ. കാരണം ഇന്ന് നീ നിന്റെ മകനാകുന്നതായ ഇസ്ഹാക്കിനെ മോര്യാമലയിൽ കൊണ്ടുപോകുന്നു. നൂറ്റാണ്ടുകൾക്ക് ശേഷം എൻ്റെ മകനെ ഇതേ മലയിൽ അവൻ്റെ തോളിൽ സ്തോത്രം മരക്കുരിശുമായി ഞാനിതാ കയറ്റേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് നിന്റെ മകനാകുന്ന ഇസ്ഹാക്കിനെ അവൻ്റെ തലയിൽ സ്തോത്രം വിറകമായി ആ മോര്യാമലയിലേക്ക് കൊണ്ടുപോയി അവനെ ഹോമയാഗം കഴിക്കാം. സോ ദൈവം തൻ്റെ ഹൃദയത്തെ അബ്രഹാമിൻ്റെ മുൻപിൽ റിവീൽ ചെയ്യുകയാണ്. ദൈവം തൻ്റെ ഹൃദയത്തെ അബ്രഹാമിൻ്റെ മുൻപിൽ റിവീൽ ചെയ്യുന്നു, വെളിപ്പെടുത്തുന്നു. മനസ്സിലാക്കുക, അബ്രഹാമിൻ്റെ ഹൃദയം തകർന്നു കാണും. ആ താഴ്വരയിലൂടെ കയറുമ്പോൾ അവൻ കണ്ണ് നിറഞ്ഞ് ഒഴുകുന്നുണ്ടായിരിക്കാം. പക്ഷെ മനസ്സിലാക്കണം, ആ ബ്രോക്കൺനെസ്സിലൂടെ ദൈവം സ്തോത്രം അബ്രഹാമിനെ നടത്തുമ്പോൾ ദൈവമായ കർത്താവ് ഒരു പ്രൊമോഷന് വേണ്ടി അവൻ്റെ സ്തോത്രം ജീവിതത്തെ അതേ കർത്താവ് ഒരു ടെസ്റ്റിലൂടെ നടത്തുകയാണ്. മനസ്സിലാക്കണമേ, നിങ്ങളുടെ ജീവിതത്തിലും ഏകാന്തമായി ഇതുപോലെ നിശബ്ദമായ കണ്ണുനീരുകൾ നിറഞ്ഞൊഴുകുമ്പോൾ മനസ്സിലാക്കണം, അതുവരെ ലഭിച്ചിട്ടില്ലാത്ത ഏതോ വെളിപ്പാടിൻ്റെ തലങ്ങൾക്ക് വേണ്ടിയായിരിക്കാം ഒരുപക്ഷേ ദൈവം നിങ്ങളെ വഴി നടത്തുന്നത്.